ആസ്പിരൻസ് SCERTയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ സിലബസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിൽ ബേസിക്സ് ആയിട്ട് നമ്മൾ SCERTയിൽ നിന്ന് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബോക്സാണ് ആദ്യം തന്നിരിക്കുന്നത്. 1947 സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുണ്ടായ വിഭജനവും അതുപോലെ തന്നെ അഭയാർത്ഥി പ്രവാഹങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ ഈ ബോക്സിൽ പറയുന്നത്. നോക്കാം നമുക്ക്. നൂറ്റാണ്ടുകളായി വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് സ്വയരക്ഷയ്ക്കായി സിഖ് ഹിന്ദു ഭൂരിപക്ഷമുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവർ കാൽനടയായും കാളവണ്ടികളിലും ലോറികളിൽ തിക്കിത്തിരക്കിയും ട്രെയിനുകളുടെ വശങ്ങളിലും മേൽക്കൂരയിലും പറ്റിപ്പിടിച്ചും യാത്ര ചെയ്തു. പടിഞ്ഞാറുമുള്ള സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനായിരുന്നു മുസ്ലിങ്ങളുമായി യാത്രക്കിടയിൽ കടവുകളിലും കവലകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വെച്ച് അവർ ഏറ്റുമുട്ടി. കലാപം സർവനാശമായി പരിണമിച്ചു. 1947 വേനലോടുകൂടി പാകിസ്ഥാൻ എന്ന പുതിയ രാഷ്ട്രത്തിൻ്റെ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും അടങ്ങുന്ന 10 ദശലക്ഷം വരുന്ന മനുഷ്യർ പലായനത്തിലായിരുന്നു. കാലവർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴേക്കും അവർ ഒരു ലക്ഷത്തോളം പേർ മരണമടഞ്ഞു. ഉത്തരേന്ത്യയിലാകെ ആയുധമേന്തി ഭീതിയിലും ഒളിവിലും മുങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പം ഇത് എഴുതിയതെന്ന് വെച്ചാൽ പ്രശസ്ത എഴുത്തുകാരനായ ഖുശ്വന്ത് സിംഗിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവലിൽ നിന്നുള്ള ഭാഗമാണ്. അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഖുശ്വന്ത് സിംഗ് ട്രെയിൻ ടു പാകിസ്ഥാൻ. ഖുശ്വന്ത് സിംഗ് ട്രെയിൻ ടു പാകിസ്ഥാൻ 1947 ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹത്തെക്കുറിച്ചൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികളായിരുന്നു വിഭജനാനന്തര കുടിയേറ്റവും പാലായനവും. വിഭജനാനന്തര കുടിയേറ്റവും പാലായനവും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങളാണ് സൃഷ്ടിച്ചത്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പുനരധിവാസം അതത് പ്രദേശങ്ങളിൽ മതപരവും ഭാഷാപരവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇവയ്ക്ക് രാഷ്ട്രീയ പരിഹാരം കാണേണ്ടത് അനിവാര്യമായിരുന്നു. തട്ടിക്കൊണ്ടു പോകപ്പെട്ട വ്യക്തികൾക്കുള്ള വീണ്ടെടുക്കലും പുനരധിവാസവും 1949 ദ അബുഡൻറ്റ് പേഴ്സൺ റിക്കവറി ആൻഡ് റീസ്റ്റോറേഷൻ ആക്ട് 1949 പലായനം ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരവും പുനരധിവാസവും നിയമം 1954 ദ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് കോമ്പൻസേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ട് 1954 പൗരത്വ നിയമം 1955 സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 തുടങ്ങിയ നിയമങ്ങളിലൂടെ രാജ്യം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. ഇതിനു പുറമെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും മൗലികാവകാശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് ആക്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. കറക്റ്റ് അത് എഴുതി വെച്ച് ജസ്റ്റ് പഠിച്ച് വെച്ചേക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, തൽസ്ഥിതി കരാർ എന്ന് പറയുന്നതാണ്. നാട്ടുരാജ്യങ്ങൾ അവരുടെ നിലവിലെ അവസ്ഥ തുടരണമെന്നായിരുന്നു ഈ കരാറിലെ വ്യവസ്ഥ. ഇതിലൂടെ ഈ രാജ്യങ്ങൾ പാകിസ്ഥാനിൽ ചേരുന്നത് തടയാൻ സാധിച്ചു. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്. ഇപ്പം വിഭജന കാലത്ത് 2 എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. 1 സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് അഥവാ തൽസ്ഥിതി കരാർ. നെക്സ്റ്റ്, ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ അഥവാ പ്രവേശന കരാർ. ഈ തൽസ്ഥിതി കരാർ പ്രകാരം നാട്ടുരാജ്യങ്ങൾ അവരുടെ നിലവിലെ അവസ്ഥ തുടരണമെന്നായിരുന്നു. അപ്പോൾ ഈ കരാർ വ്യവസ്ഥയിൽ രാജ്യങ്ങൾ പാകിസ്ഥാനോട് ചേരുന്നത് തടയാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, പ്രവേശന കരാറാണ്. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനുള്ള സമ്മതം നൽകുന്ന കരാറായിരുന്നു ഇത്. അതേസമയം ആന്തരിക സ്വയംഭരണത്തിനുള്ള അവകാശം ഇതുപ്രകാരം നാട്ടുരാജ്യങ്ങൾക്ക് ലഭിച്ചു. അപ്പം ഇത് പറയുന്നത് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനുള്ള സമ്മതം നൽകുന്ന കരാറാണ്. അപ്പം ആന്തരിക ഭരണം ആർക്ക് തന്നെ കൊടുത്തു? ഈ നാട്ടുരാജ്യങ്ങൾക്ക് തന്നെ കൊടുത്തു. നെക്സ്റ്റ് ഒരു കരാറിനെ കുറിച്ച് പറയുന്നുണ്ട്. സംയോജന കരാർ അഥവാ മെർജർ എഗ്രിമെൻറ്റ്. നാട്ടുരാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യ യൂണിയനിൽ ചേരുന്നതിനുള്ള കരാറായിരുന്നു ഇത്. ഈ കരാർ പ്രകാരം സ്വയംഭരണാവകാശം ഇല്ലായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഒരു താൽക്കാലിക സർക്കാരായിരുന്നു ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥാപനത്തിനായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇത് പ്രകാരം സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു. ഇതിനുവേണ്ടി ഭരണഘടന അനുസൃതമായി 1950 ജാനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പം ഒരു ഭരണഘടന അനുസൃതമായിട്ട് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യകത നിലവിൽ വന്നപ്പം
എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്? 1950 ജാനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി ആയിരുന്നു ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെയായിരുന്നു. ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന ദിനപത്രത്തിൻ്റെ പറഞ്ഞിരിക്കുന്നത്, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പരീക്ഷണം ഇന്ത്യൻ ജനത അങ്ങേയറ്റം പ്രശംസനീയാം വിധം നിർവഹിച്ചെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. ഈ ഒരു കോട്ട് തന്നിട്ട് ഏത് സമയത്തെക്കുറിച്ചാണെന്നൊക്കെ ചോദിക്കാം. അപ്പം ഫസ്റ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ന്യൂസാണിത്. നെക്സ്റ്റ്, ഇന്ത്യയെപ്പോലെ വിശാലവും വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഒരു രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നത് നിരവധി വെല്ലുവിളികളായിരുന്നു. അപ്പം എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ സമയത്ത് ഇന്ത്യ നേരിട്ടതെന്ന് നോക്കാം. നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുക. ഫസ്റ്റ് വൺ, നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. അതുപോലെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കും. അപ്പം ഫസ്റ്റ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന സമയമായതുകൊണ്ട് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ ഇതിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതും ഒരു ടാസ്ക്കുള്ള കാര്യമായിരുന്നു. നെക്സ്റ്റ്, വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നിരക്ഷരരായ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ആ സമയത്ത് ആദ്യമായിട്ട് ഇലക്ഷൻ നടക്കുമ്പോൾ വോട്ട് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് വരെ എത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, വേണ്ടത്ര തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി പരിശീലിപ്പിക്കുക. സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർണവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ സമയത്ത് നേരിട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നിരവധി വെല്ലുവിളികൾ അതിജീവിച്ച് കൊണ്ട് നടന്ന പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അപ്പം ഫസ്റ്റ് പ്രധാനമന്ത്രിയായിട്ട് വന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ 1950 ജാനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നിട്ട് 51 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി വരെയാണ് ആ ഇലക്ഷൻ നടന്നത്. അതിനുശേഷം ഫസ്റ്റ് സർക്കാർ നിലവിൽ വരുമ്പോഴത്തേക്കും ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യ പ്രധാനമന്ത്രി. ആദ്യം പൊതുതെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസം അർപ്പിച്ചത് ഏകകക്ഷി മേധാവിത്വത്തിന് തുടക്കം കുറിച്ചു. പിൽക്കാലത്ത് ഏകപക്ഷി മേധാവിത്വം ക്രമേണ ഇല്ലാതാവുകയും ബഹുകക്ഷി സമ്പ്രദായത്തിലേക്കും മുന്നണി സമ്പ്രദായത്തിലേക്കും ഇന്ത്യൻ രാഷ്ട്രം പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. എന്താണ് ഏകകക്ഷി മേധാവിത്വം ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുന്നതിനെയാണ് ഇന്ത്യയിൽ ഏകകക്ഷി മേധാവിത്വം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യ ക്രമത്തിനുള്ളിലാണ് ഏകകക്ഷി മേധാവിത്വം വരുന്നത്. അപ്പം സ്ഥിരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ഏകകക്ഷി ജനാധിപത്യം എന്ന് പറയുന്നത്. ഏകകക്ഷി മേധാവിത്വത്തിൽ നിന്നും മുന്നണി സംവിധാനത്തിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച് അധികാരത്തിലെത്തിയത് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയിരുന്നു. അപ്പം INCയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത്. തുടർന്ന് 1957-ലെയും 62-ലെയും തെരഞ്ഞെടുപ്പിലും ഇൻ്റർനാഷണൽ കോൺഗ്രസ് അധികാരം നിലനിർത്തി. 1967-ലെ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ മേധാവിത്വം നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും സംസ്ഥാന തലങ്ങളിൽ കോൺഗ്രസ് മേധാവിത്വത്തിന് തിരിച്ചടി നേരിടുകയുണ്ടായി. എങ്കിലും 1989 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു മേൽക്കൈ. അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, 1977 മുതൽ 78 വരെയുള്ള കാലഘട്ടം, 77 to 79 വരെയുള്ള കാലഘട്ടത്തിൽ ആരായിരുന്നു? മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് ആയിരുന്നു അധികാരത്തിൽ വന്നത്. അപ്പം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന സമയത്ത് ഇപ്പം എന്ത് ചെയ്തു? കോടതി മുഖാന്തരം അവരെ അസാധുവാക്കിയാണ് അവർ ഇറങ്ങുന്നത്. അതിനുശേഷം അധികാരത്തിൽ വന്നത് മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് ആയിരുന്നു. പക്ഷേ എങ്കിൽ 2 വർഷക്കാലം മാത്രമേ അവർക്കും ഇരിക്കാൻ സാധിച്ചുള്ളൂ. സോ ഈ 2 കാലയളവ് ഒഴിച്ച് 1989 വരെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1989-ലെ തെരഞ്ഞെടുപ്പോട് കൂടി ബഹുകക്ഷി സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം കടന്നു. 1989 ശേഷം ജനതാദൾ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ടും തുടർന്ന് 1991 മറ്റു രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണയോടെ കോൺഗ്രസും അധികാരത്തിലെത്തി.
1996 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ആദ്യം BJPയും പിന്നീട് കക്ഷികൾ ചേർന്ന ഐക്യമുന്നണി സർക്കാർ രൂപീകരിക്കുകയുണ്ടായി. അപ്പം 1996 ആദ്യം BJPയും പിന്നെ വിവിധ കക്ഷികൾ ചേർന്ന ഐക്യമുന്നണിയും കൂടെ ചേർന്ന് ഒരു സർക്കാർ രൂപീകരിച്ചതെന്ന് പറയുന്നു. 1998-99 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ് അധികാരത്തിൽ വന്നത്. 2004-2009 വരെയുള്ള വർഷങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സഖ്യവും അധികാരത്തിലെത്തുകയും ചെയ്തു. എന്നാൽ തുടർന്ന് 2014, 2019, 2024 എന്നീ വർഷ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കുകയും BJP അധികാരം നിലനിർത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യൻ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സർക്കാരുകൾ രൂപീകരിച്ചത് താഴെ പറയുന്ന രീതിയിലാണെന്ന് പറയുന്നു. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു പൊതു നിയമ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നണിയായി മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ധാരണയുണ്ടായിരിക്കുക. അതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി രൂപീകരിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കുക. ലോകസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെൻറ്റിന് പുറത്തുനിന്ന് പിന്തുണ നൽകുക. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോക്കി വയ്ക്കേണ്ടത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1975 ഫസ്റ്റ് അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ. ആ സമയത്താണ് ഇന്ദിരാഗാന്ധി ഇറങ്ങിയിട്ട് ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പം അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിലെ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. 1975 ജൂൺ 25 രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പം എന്താണ് 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ എന്ന് ചോദിച്ചാൽ ആഭ്യന്തര അടിയന്തരാവസ്ഥയായിരുന്നു. മൗലികാവകാശങ്ങളുടെ മരവിപ്പിക്കൽ, പത്രസ്വാതന്ത്ര്യം നിഷേധിക്കൽ തുടങ്ങിയവ ജനാധിപത്യാവകാശ ലംഘനങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെട്ടു. അപ്പോൾ ഒരു അടിയന്തരാവസ്ഥ നിലവിൽ വന്നാൽ മൗലികാവകാശങ്ങളെ മരവിപ്പിച്ചു, അതുപോലെ തന്നെ പത്രസ്വാതന്ത്ര്യം നിഷേധിച്ചു. ഈ രണ്ട് കാര്യങ്ങളും ജനാധിപത്യാവകാശ ലംഘനങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെട്ടു എന്ന് പറയുന്നു. ഇന്ത്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലം നോക്കാം. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസിനെതിരായി ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളായിരുന്നു പ്രധാനപ്പെട്ട കാരണം. ഗുജറാത്തിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിലേക്ക് നയിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന പ്രക്ഷോഭ പരമ്പര ദേശീയ തലത്തിലും സ്വാധീനം ചെലുത്തി. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രക്ഷോഭങ്ങൾക്കും കാരണമായി. 1970 നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ എന്നിവ ഈ പ്രക്ഷോഭങ്ങൾക്ക് കാരണം. അപ്പം എന്തൊക്കെയായിരുന്നു? സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, അതുപോലെ തൊഴിലില്ലായ്മയായിരുന്നു പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന തെരഞ്ഞെടുപ്പ് കേസിൽ പ്രതികൂലമായി വിധി വരുന്നതും തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യപ്പെടുന്നതും. വിധിയെ തുടർന്ന് ഇന്ദിരാഗാന്ധി രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തമാക്കി. എന്നാൽ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ വിധി സ്റ്റേ അനുവദിച്ചു. തുടർന്ന് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായി ഉയർന്നു അത് ആരോപിച്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം അപ്പോൾ അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. 352 പറയുന്നത്. അപ്പോൾ 352 എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയാണ്. 352 ദേശീയ അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും കേന്ദ്ര സർക്കാരിൽ അധികാരം കേന്ദ്രീകരിക്കുകയും മൗലികാവകാശങ്ങൾ മരവിപ്പിക്കുകയും കോടതിയുടെ നീതിന്യായ പുനരവലോകനാധികാരം ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് അടിയന്തരാവസ്ഥ കൊണ്ട് സൃഷ്ടിച്ചതെന്ന് നോക്കാം. പ്രതിപക്ഷ പാർട്ടികളെ നേതാക്കളെ വിചാരണ കൂടാതെ ജയിലിലടച്ചു. പത്രങ്ങൾക്കും വാർത്തകൾക്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തി. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്തത്. കടുത്ത നിയന്ത്രണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമിടയിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ രാജ്യവ്യാപകമായി നിരവധി പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ഇതിനെ തുടർന്ന് 1977 മാർച്ചിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് രൂപീകരിക്കുകയും മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. അപ്പം 1978 തെരഞ്ഞെടുപ്പ് വെച്ചപ്പം ജനതാ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ മൊറാർജി ദേശായി അധികാരത്തിൽ വരുന്നത്. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ ജനാധിപത്യ സംരക്ഷണത്തിൽ
പൗരസമൂഹത്തിൻ്റെ ജാഗ്രത, മാധ്യമങ്ങളുടെ ഇടപെടൽ, പൗരാവകാശങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം വ്യക്തമാക്കുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് വെച്ചാൽ യുദ്ധം, ബാഹ്യാക്രമണം, സായുധ കലാപം എന്നിവയാൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കാൻ അടിയന്തരാവസ്ഥ സർക്കാരിന് അധികാരം നൽകുന്നു. ഈ സാഹചര്യത്തിൽ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന നിയന്ത്രണങ്ങളെയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ നോക്കി വയ്ക്കുക. 352 ദേശീയ അടിയന്തരാവസ്ഥയാണ്. പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിലും പൗരർക്ക് ജനാധിപത്യ വിദ്യാഭ്യാസം നൽകുന്നതിലും രാഷ്ട്രീയ പാർട്ടികൾക്കുമൊപ്പം മറ്റു ചില സാമൂഹിക പ്രസ്ഥാനങ്ങൾ പല ഗ്രൂപ്പുകളും സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് നോക്കാം. ഈ സമയത്ത് ഉയർന്നു വന്ന ചില ഗ്രൂപ്പുകളാണ് ജനകീയ പ്രക്ഷോഭങ്ങളും ജനകീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ ജനാധിപത്യവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ജനാധിപത്യ ഇന്ത്യയിൽ വിവിധ ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും അധികാരത്തിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനുമായി നിരവധി പ്രസ്ഥാനങ്ങളാണ് രൂപം കൊണ്ടത്. 1970 ശേഷം ദളിതർ, സ്ത്രീകൾ, കർഷകർ തുടങ്ങിയ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രശ്നങ്ങളെയും ആവശ്യകതയെയും വേണ്ട രീതിയിൽ പരിഗണിക്കില്ലെന്ന ബോധം ശക്തമാവുകയുണ്ടായി. ഈ വിഭാഗങ്ങൾ ഇതിനെ തുടർന്ന് അവരുടേതായ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾ അവരുടെ ഭാഗത്തൊരു പ്രസ്ഥാനമുണ്ടാക്കി അവർ പ്രക്ഷോഭം നടത്തി. കർഷകരങ്ങനെ, കുട്ടികളങ്ങനെ ഓരോരുത്തരെയും ഓരോരോ ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നു. പിന്നോക്ക വിഭാഗ പ്രസ്ഥാനങ്ങളും മണ്ഡൽ കമ്മീഷനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്താനും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നതുമായ ജനവിഭാഗമാണ് ഇതര പിന്നോക്ക വിഭാഗങ്ങൾ, അതർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഈ വിഭാഗങ്ങൾ സർക്കാർ ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി നിരവധി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉയർന്നു വരികയുണ്ടായി. പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണത്തെക്കുറിച്ച് പഠിക്കാനും പരിഹാരം നിർദ്ദേശിക്കാനുമായി 1953 കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു. ഇതാണ് കലേക്കർ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പം പട്ടികജാതി ഇപ്പോൾ പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് വന്ന സംഘടന ഏതെന്ന് ചോദിച്ചാൽ 1953 കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു. കലേക്കർ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു. കലേക്കർ കമ്മീഷൻ 1953 എന്ന് അറിയപ്പെടുന്നു. കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുവെങ്കിലും അവ നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിലവിൽ വന്ന വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് പരിഹാരം നേടുന്നതിനായി 1979 BP മണ്ഡൽ അധ്യക്ഷനായ കമ്മീഷനെ നിയമിച്ചു. ഇത് രണ്ടാം പിന്നോക്ക കമ്മീഷൻ എന്നും മണ്ഡൽ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. ഫസ്റ്റ് കമ്മീഷൻ എന്നാണ് 1953 വന്നത്. കലേക്കർ കമ്മീഷനാണ്. ഈ അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് ജനതാ ഗവൺമെൻറ് അടിയന്തരാവസ്ഥ സമയത്ത് നിലവിൽ ആയതുകൊണ്ട് സമർപ്പിച്ചെങ്കിലും അത് ആ സമയത്തൊന്നും പരിഗണിക്കാൻ പറ്റിയില്ല. അതിനുശേഷം നിലവിൽ വന്ന കമ്മീഷനാണ് BP മണ്ഡൽ കമ്മീഷൻ അധ്യക്ഷനായ 1979 സെക്കൻഡ് ബാക്ക്വേർഡ് കമ്മീഷൻ എന്നും അല്ലെങ്കിൽ മണ്ഡൽ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നത്. സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് 27%, എത്ര ശതമാനമാണ്? 27% സംവരണം നിർദ്ദേശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് 1980 കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണി 1990 റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലും പ്രക്ഷോഭങ്ങൾക്കും അക്രമസക്തമായ പ്രതിഷേധങ്ങൾക്കും കാരണമായി. എന്നാൽ പിൽക്കാലത്ത് റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് സുപ്രീം കോടതി അനുമതി നൽകി. ഇന്ന് രാജ്യത്തെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും OBC സംവരണത്തെ അംഗീകരിക്കുന്നുണ്ട്. ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ ഇത് സാധിച്ചു എന്ന് നിലവിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നു. മണ്ഡൽ കമ്മീഷൻ്റെ രൂപീകരണം മുതൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യമുള്ള നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നു. ജനതാദളിൽ നിന്ന് രൂപപ്പെട്ട മറ്റു പാർട്ടികൾക്കും ഇതിന് ഉദാഹരണമാണ്. ദളിത് പ്രസ്ഥാനങ്ങളാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ദളിത് വിഭാഗങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയാണെന്നും അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നുമുള്ള വികാരത്തിൽ നിന്നുമാണ് ദളിത് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ അവർക്ക്
സംവരണം ഉറപ്പ് ഉണ്ടെങ്കിലും അവർക്ക് സാമൂഹിക പ്രാധാന്യമുള്ള മേഖലകളിലും മുഖ്യധാര രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും അർഹമായ സ്ഥാനം ലഭിക്കാത്ത സാഹചര്യം നിലനിന്നിരുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ, പിന്നോക്കാവസ്ഥ, സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം, സ്വന്തമായി ഭൂമിയില്ലാത്ത അവസ്ഥ തുടങ്ങിയ പ്രശ്നങ്ങൾ ദളിത് ജനതയുടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ആശയങ്ങളാൽ പ്രചോദിതരായ ദളിത് വിഭാഗങ്ങൾ സംഘടിക്കുകയും പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം. അപ്പം ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ പ്രേരണയാലും ആദ്യം രൂപം കൊണ്ടൊരു ദളിത് പ്രസ്ഥാനം എന്ന് പറയുന്നത് ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനമാണ്. അപ്പം നോക്കാം ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം എന്താണെന്ന്. 1972 മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം ആദ്യമായിട്ട് രൂപീകരിക്കപ്പെട്ടത്. നഗരമേഖലയിലെ അഭ്യസ്തരായ ദളിത് ചെറുപ്പക്കാരായിരുന്നു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സാമൂഹിക നീതി, തുല്യത, ജാതി ഉന്മൂലനം തുടങ്ങിയ അംബേദ്കറുടെ ആശയങ്ങൾ ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തെ സ്വാധീനിച്ചു. എന്തൊക്കെയാണ്? സാമൂഹിക നീതി, തുല്യത, ജാതി ഉന്മൂലനം. ജാതി വിവേചനങ്ങൾക്കെതിരെ അക്രമോത്സവമായ ചെറുത്തുനിൽപ്പുകൾ, പോലീസിൻ്റെ അന്യായമായ നടപടികൾക്കെതിരെ വിവിധ ജനാധിപത്യത്തോടു കൂടി പ്രക്ഷോഭങ്ങൾ, സാഹിത്യ സാംസ്കാരിക പരിപാടികൾ, മറ്റു സാമൂഹിക നീതി പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇവർ സംഘടിപ്പിച്ചു. തൊട്ടുകൂടാത്തവരായി കരുതി മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിത സാഹചര്യം സിനിമ, നാടകം തുടങ്ങിയവയിൽ പ്രമേയമാക്കുന്നതിനും ദളിതർക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടത്തെ പ്രേരിപ്പിക്കുന്നതിനും ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി രൂപപ്പെട്ട മറ്റൊരു പ്രസ്ഥാനമാണ് 1978 രൂപീകരിച്ച ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. 1978 ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. ഇത് കേവലം ഉദ്യോഗസ്ഥരുടെ താൽപ്പര്യ സംരക്ഷണാർത്ഥം മാത്രം രൂപീകരിക്കപ്പെട്ട സംഘടനയായിരുന്നില്ല. മറിച്ച് പട്ടികജാതി, പട്ടിക വിഭാഗങ്ങൾ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർ രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നതിനായും ഈ സംഘടന നിലകൊണ്ടു. ഈ സംഘടനയിൽ നിന്നാണ് ദളിത് ശോഷിത് സമാജ് സംഘടന സമിതിയും ദളിത് ശോഷിത് സമാജ് സംഘർഷ സമിതിയും ദളിത് ശോഷിത് സമാജ് സംഘർഷ സമിതിയും കാൻഷിറാമിൻ്റെ നേതൃത്വത്തിൽ ബഹുജൻ സമാജ് പാർട്ടിയും രൂപീകരിച്ചത്. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾ ദളിതരുടെ പിന്തുണ, സ്ത്രീ മുന്നേറ്റങ്ങൾ, ലിംഗസമത്വം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ആനുപാതിക പ്രാതിനിധ്യം തുടങ്ങിയവ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളെയാണ് സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനങ്ങൾ. ഗാർഹിക പീഡനം, അവകാശ നിഷേധം, അടിച്ചമർത്തലുകൾ, ലൈംഗിക അതിക്രമം, പുരുഷ മേധാവിത്വം ഇവയെല്ലാം സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം തേടുന്നതിനായി രാജ്യത്ത് നിരവധി പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. 1990കളിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ഉയർന്നു വന്ന സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ആയിരക്കണക്കിന് സ്ത്രീകൾ അണിചേർന്ന ഈ പ്രസ്ഥാനം പിന്നീട് സംസ്ഥാനമാകെ വ്യാപിച്ചു. പ്രാദേശികമായി നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന ലഹരി പാനീയമായിരുന്നു ചാരായം. ലഹരികളുടെ വ്യാപകമായ ഉപയോഗം സമൂഹത്തിൽ അന്തഃഛിദ്രം സൃഷ്ടിക്കുകയും യുവാക്കളുടെ മാനസിക ശാരീരിക തകരാറിലാകുകയും ചെയ്തു. ഇത് ഗ്രാമത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതിനും ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരെയായ അതിക്രമങ്ങൾ, ദാരിദ്ര്യം തുടങ്ങിയവയ്ക്കും കാരണമായി. സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമണം, പൊതു ഇടങ്ങളിലെ അതിക്രമങ്ങൾ, ലിംഗവിവേചനം തുടങ്ങി വിവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രക്ഷോഭമായി ചാരായ വിരുദ്ധ പ്രസ്ഥാനം പിന്നീട് വളർന്നു. ഇത് സമൂഹത്തിൽ ലഹരിക്കെതിരെയും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിന് സഹായിച്ചു എന്ന് പറയുന്നു. നെക്സ്റ്റ്, നിർഭയ പ്രസ്ഥാനമാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഡൽഹിയിൽ രൂപപ്പെട്ട ബഹുജന മുന്നേറ്റമാണ് നിർഭയ പ്രസ്ഥാനം. 2012 ഡൽഹിയിൽ നഗരത്തിൽ വെച്ച് ഒരു പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കി. ഈ പ്രക്ഷോഭമാണ് നിർഭയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായത്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക, അത്തരം കേസുകളിൽ നിയമ നടപടികൾ വേഗത്തിലാക്കുക, മാതൃകാപരമായ ശിക്ഷ ഉറപ്പു നൽകുക തുടങ്ങിയവയായിരുന്നു നിർഭയ പ്രസ്ഥാനം നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയത്. ഇന്ത്യൻ ക്രിമിനൽ ഭേദഗതി നിയമം 2013, നിർഭയ നിയമം, ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അതിവേഗ കോടതി എന്നിവ നിർഭയ പ്രക്ഷോഭത്തെ തുടർന്ന് നിലവിൽ വന്നു.
മത്സ്യത്തൊഴിലാളികളുടെ മുന്നേറ്റമാണ് നെക്സ്റ്റ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യബന്ധന സമൂഹമാണ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ. കിഴക്കും പടിഞ്ഞാറും പ്രദേശങ്ങളിൽ വസിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗം മത്സ്യബന്ധനമാണ്. മത്സ്യബന്ധന തൊഴിലാളികൾ ഉപജീവനവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1980കളുടെ മധ്യത്തോടെ അവർ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയങ്ങളിൽ വന്ന മത്സ്യരംഗത്തെയും സാരമായി ബാധിച്ചു. പ്രധാനമായും ആഴക്കട മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. മത്സ്യബന്ധന തൊഴിലാളി സംഘടന നാഷണൽ ഫിഷറീസ് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. എന്തായിരുന്നു? ദേശീയ മത്സ്യബന്ധന തൊഴിലാളി സംഘടന രൂപീകരിക്കപ്പെട്ടു. സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മകളെ ഏകോപിപ്പിച്ച് അവരുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. ഇന്ത്യയുടെ കടൽ പ്രദേശം വിദേശ കമ്പനികൾക്ക് മത്സ്യബന്ധനത്തിനായി അനുവദിക്കപ്പെട്ടത്. വിദേശ കമ്പനികൾ ഇന്ത്യൻ തീരത്ത് മത്സ്യബന്ധനത്തിന് ട്രോളിംഗ് ലൈസൻസ് അനുവദിച്ചത് തുടങ്ങിയ പ്രശ്നങ്ങൾ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ തകർക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരിസ്ഥിതി സംരക്ഷണവും ഈ സംഘടിപ്പിച്ച പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ മത്സ്യബന്ധന തൊഴിലാളികൾ NFFൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച അവകാശ പോരാട്ടം ശക്തമാക്കിയത്. മത്സ്യബന്ധന തൊഴിലാളികളുടെ സംഘടനാബോധം ഉയർന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിക്കാൻ സഹായകമായിട്ടുണ്ടെന്ന് പറയുന്നു. നെക്സ്റ്റ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളാണ്. അവിശ്വസനീയമായ വികസനം സൃഷ്ടിക്കുന്നതിന് നിരവധി പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും അതിന് മൂലമുണ്ടായ സാമൂഹിക നീതി നിഷേധത്തിനും എതിരാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വൻകിട ജനസേചന പദ്ധതികൾ, വ്യവസായങ്ങൾ, ഖനനം, വനനശീകരണം തുടങ്ങിയവയുടെ പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങളെയാണ് ഈ പ്രസ്ഥാനം പ്രധാനമായും അഭിസംബോധന ചെയ്യുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ജൈവവൈവിധ്യങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി നയരൂപീകരണം, പാരിസ്ഥിതിക അവബോധം വളർത്തൽ, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഇടപെടാൻ സഹായിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധ നേടിയ ചില പ്രസ്ഥാനങ്ങളാണ് നോക്കാം. ചിപ്കോ പ്രസ്ഥാനമാണ്. നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണയായിരുന്നു. ഉത്തരാഖണ്ഡിലെ ഹിമാചൽ ലയൻ പ്രദേശങ്ങളിൽ നിന്നും വ്യവസായങ്ങൾക്കായി വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെ എതിർത്തു. തദ്ദേശീയ ജനതയ്ക്കുള്ള വനവിഭവങ്ങൾക്ക് മേലുള്ള അവകാശ സംരക്ഷണത്തിനായി നിലകൊണ്ടു. സ്ത്രീ പങ്കാളിത്തവും നേതൃത്വവും വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്താണ് സമരരീതി. നെക്സ്റ്റ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. മേധാ പട്കർ ആയിരുന്നു. നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരായി രൂപപ്പെട്ട പ്രസ്ഥാനം ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രവർത്തിച്ചു. തദ്ദേശീയ ജനതയുടെ ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിച്ചു. നീതിപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലും പുനരധിവാസവും എതിരായി നിലകൊണ്ടു. നെക്സ്റ്റ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലിയിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിക്കെതിരായ പ്രസ്ഥാനം മഴക്കാടും ജൈവവൈവിധ്യങ്ങളും സംരക്ഷിക്കുന്നതിന് നിലകൊണ്ടു. പ്രക്ഷോഭങ്ങളെ തുടർന്ന് സൈലൻറ്റ് വാലി ജലവൈദ്യുത പദ്ധതി രൂപീകരിക്കപ്പെട്ടു. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനമായി അംഗീകരിക്കപ്പെട്ടു. അപ്പം പരിസ്ഥിതി സംഘടനകളുടെയും മറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളുടെയും ഇടപെടലുകളുടെ ഫലമായി നിരവധി പരിസ്ഥിതി സംരക്ഷണങ്ങളും പരിസ്ഥിതി അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങളും സംരക്ഷിത വനപ്രദേശങ്ങളുടെ പ്രഖ്യാപനങ്ങളും ഉദ്യാനങ്ങളുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. 2002 ജൈവവൈവിധ്യ നിയമം നിലവിൽ വന്നു. 2006 പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയാൻ നിയമം വന്നു. 2013 ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശം നിലവിൽ വന്നു. അപ്പം ഇന്ന് ഇത്രയുമാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരു പാർട്ടും കൂടി ആയിട്ട് ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നല്ല വലിയൊരു ചാപ്റ്ററാണ്, കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇനിയും പഠിക്കാനുണ്ട്. അപ്പം ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഈ ചാപ്റ്റർ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞ് നിർത്തുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്.